ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ഒന്നോ രണ്ടോ കമൻറ്റ് എല്ലാ വീഡിയോൻ്റെ താഴെ ഒരു കോമൺ ആയിട്ട് വരുന്ന കമൻറ്റാണ് ഹെയർ കെയർ വീഡിയോ ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി എനിക്കൊരു അങ്ങനത്തെ ഒരു ഹെയർ കെയർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ മാത്രം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. ബട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഓക്കെ ഞാൻ ചെയ്യുന്ന അത് എനിക്ക് തോന്നുന്നു നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ബട്ട് എന്നാലും അതൊരു വീഡിയോ ആക്കിയിട്ട് മാറ്റാം എന്ന് ഞാൻ കരുതി. സോ എൻ്റെ ഒരു ഹെയർ കെയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഹെയർ കെയർ ജേണി എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഈ വീഡിയോയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹെയറിൽ നല്ല ലെങ്ത് ഉണ്ട്. സോ ഈ ലെങ്ത്ത് കാണുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് എൻ്റെ ഹെയർ ഉള്ളത്. അതുകൊണ്ടായിരിക്കും യു ക്യാൻ സീ ഗൈസ് എൻ്റെ ഹെയർ നല്ലതായിട്ട് എനിക്ക് ഹെയർ ഫാൾ ഉണ്ട്. ഓക്കെ, സോ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്ത് കാണുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും എന്നോട് ഹെയർ എന്താ, എങ്ങനെ എത്ര നീളം വെക്കുന്നത്, അല്ലെങ്കിൽ ഹെയർ കെയർ എന്താ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു മെയിൻ റീസൺ അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഹെയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു ലോങ് ഹെയർ ഉള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ഹെയർ പെട്ടെന്ന് നീളം വെക്കുന്ന ഒരു ടൈപ്പ് മുടിയാണ്. അപ്പം ഇതെനിക്ക് ജനറ്റിക്കായിട്ട് കിട്ടിയ ഒരു ഹെയറാണ്. ലൈക്ക് ഈ ഒരു സ്ട്രെയിറ്റ് എൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കുറച്ച് വേവി കൈൻഡ് ഓഫ് തോന്നും. ബട്ട് എൻ്റെ സ്ട്രെയിറ്റ് ആണ്. ഇത് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ രാത്രി പിന്നിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വേവി ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് ജനറ്റിക്കായിട്ടാണ് ഈ ഒരു സ്ട്രെയിറ്റ് ഹെയർ കിട്ടിയത്. അതിലെൻ്റെ ഫാമിലിയിൽ ഇപ്പം അമ്മമ്മേൻ്റെ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ അമ്മമ്മേൻ്റെ സിസ്റ്ററിന് ഈ ഒരു ഹെയർ ആയിരുന്നു, സ്ട്രെയിറ്റ് ഹെയർ. നെക്സ്റ്റ് എൻ്റെ അമ്മേൻ്റെ ജനറേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ അമ്മേൻ്റെ സിസ്റ്ററിന് ഈ ഒരു സ്ട്രെയിറ്റ് ഹെയർ. പിന്നെ എൻ്റെ ജനറേഷനിൽ എനിക്കാണ് സ്ട്രെയിറ്റ് ഹെയർ. അതായത് ആ 3 ജനറേഷനിലും ഒരാൾക്ക് മാത്രമേ ഈ ഒരു സ്ട്രെയിറ്റ് ഹെയർ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കേളി ഹെയർ ആണ്. ആൻഡ് ഇത് പെട്ടെന്ന് എന്താ പറയുക, എനിക്കൊക്കെ ഭയങ്കരമായിട്ട് നീളം വെക്കുന്ന മുടിയാണ്. അപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ എൻ്റെ മുടി നീളം വെച്ച് ഒരു ലോങ് ഹെയർ രീതിയിലേക്ക് തന്നെ പോകും. അപ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ ആയിട്ട് ഞാനുള്ളത് വളരെ കുറവാണ്. ഷോർട്ട് ഹെയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നിൽക്കും, പിന്നെ വീണ്ടും മുടി നീളം വെക്കും. വീട്ടിലാണെങ്കിലും ഹെയർ അങ്ങനെ കട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ടൈം ഹെയർ കട്ട് ചെയ്ത് ലാസ്റ്റ് ഇയർ മാർച്ചിലാണ്. അപ്പം 1 വർഷവും കുറച്ച് മാസങ്ങളും കഴിഞ്ഞു ഞാൻ മുടി വെട്ടിയിട്ട്. അതാണ് എൻ്റെ മുടി ഇങ്ങനെ നീണ്ടു വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഹെയർ ലെങ്ത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് ഹെയർ നീളം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ മുടി ഇങ്ങനെയാണ്. അപ്പം എൻ്റെ മുടി താനെ നീളം വെക്കുന്നൊരു ടൈപ്പ് മുടിയാണ്. പിന്നെ തിക്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. സോ ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഞാനും ഒരു ടൈമിൽ എൻ്റെ സ്കിന്നൊന്നും ഞാൻ കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. എൻ്റെ ഹെയർ മാത്രം കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്കൂൾ വരെ ഓക്കെ നമുക്ക് നല്ല മുടിയായിരിക്കും. എന്തായാലും നമുക്ക് കുട്ടികളായതുകൊണ്ട് നമുക്ക് നല്ല ഹെയർ ഉണ്ടാവും. പിന്നെ സ്കൂൾ സമയത്ത് നമുക്ക് എപ്പോഴും പിന്നിട്ട് പോകണമായിരുന്നു. അന്നൊക്കെ ഞാൻ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഹെയറൊക്കെ വാഷ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം പിന്നിട്ട് പോയി മുടിയൊക്കെ കേടായി. 10th പഠിച്ച സമയത്ത് ഞാൻ വീണ്ടും ഇത്രയ്ക്ക് വെട്ടി. പിന്നെ 12th ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ഷോർട്ട് ഹെയർ ആ ടൈപ്പ് തന്നെയായിരുന്നു. ഡിഗ്രി എത്തിയ സമയത്ത് നമുക്ക് ഓവറായിട്ട് ഹെയർ കെയർ ചെയ്യാനുള്ള ഒരു ടൈം ഡിഗ്രി പഠിക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക്ലി ഒരു 2 തവണയൊക്കെ ഓയിൽ ചെയ്യും, ഷാമ്പു ചെയ്ത് കളയും. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതെയായി. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഹെയർ വാഷ് ചെയ്യും. അങ്ങനെ അധികം ഒരു കെയർ ഹെയറിന് കൊടുക്കാതിരുന്ന സമയത്ത് എൻ്റെ ഹെയർ അത്യാവശ്യം നന്നായിട്ടായിരുന്നു എൻ്റെ കോളേജ് ടൈമിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ഞാൻ പണ്ട് ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എൻ്റെ ഒരു കോളേജ് ടൈമിലെ ഹെയർ അതായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ ഹെയർ നിന്നിരുന്നത് എൻ്റെ കോളേജ് ടൈമിലായിരുന്നു. നല്ല തിക്കായിട്ടുള്ള ഒരു മുടിയായിരുന്നു. പിന്നെ എനിക്ക് അപ്പം അമ്മ ഒക്കെ പറയുന്നതനുസരിച്ച് ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ മുടിക്ക് അത്യാവശ്യം തിക്നെസ് ഉണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ഹെയറിൽ ഭയങ്കര തിക്കായിട്ടുള്ള മുടിയായിരുന്നു. പക്ഷേ ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറച്ച് വീട്ടിലുണ്ടല്ലോ, അപ്പം ആ ടൈമിൽ പിന്നെ കൊറോണയുടെ ടൈമിലൊക്കെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ മുടിയെ ഒരുപാട് അങ്ങ് കെയർ ചെയ്തു. അതായത് ഒരുപാട് പാക്കുകൾ അപ്ലൈ ചെയ്തു. തലയിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തു. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക, എൻ്റെ മുടി ഭയങ്കരമായിട്ട് പോവാൻ തുടങ്ങി. എൻ്റെ മുടിയുടെ തിക്നെസ് മൊത്തമായിട്ട് പോയി. ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലോങ് ആണ്, പക്ഷേ തിക്നെസ് ഇല്ല. അപ്പം ഭയങ്കര ഒരു വൃത്തികേടായ രീതിയിലേക്ക് എൻ്റെ മുടി മാറി. അപ്പോൾ ഞാൻ
പല യൂട്യൂബിലും പലതും കണ്ട് പല പാക്കും എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തു. മീൻസ് പാക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്ക് തന്നെ. അതിലിപ്പം ബനാന മിക്സ് ചെയ്തിട്ടുള്ളതുണ്ടാവും, തൈരുണ്ടാവും, പിന്നെ ഉലുവ. ഇതൊക്കെ ഹെയറിന് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ എൻ്റെ മുടിയെ ഒരു നെഗറ്റീവായിട്ടാണ് ബാധിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ഇത്രയും ചെയ്തിട്ട് എൻ്റെ മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതി. പക്ഷേ പിന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, നമ്മുടെ ഹെയറിന് നമ്മൾ ഒരുപാട് അങ്ങോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അതിനെ കെയർ ചെയ്യുന്നതും പ്രശ്നമാണ്. നമ്മൾ അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഈ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ എല്ലാ പാക്കുകളും നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ഹെയറിന് പറ്റണമെന്നില്ല. അവരുപയോഗിക്കുന്നത് ചിലപ്പോൾ അവരുടെ ഹെയറിന് പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെ എൻ്റെ ഹെയറിന് പറ്റുന്നതായിരിക്കും. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പം നമ്മൾ എല്ലാം ഒന്നും നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് നമ്മളൊരു ആഴ്ചയിൽ ഒരു 2-3 തവണ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്യുക, അത് ഷാംപൂ വാഷ് ചെയ്ത് കളയുക. ഇതല്ലാതെ നമ്മൾ ഹെയറിന് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഹെയർ കട്ട് ചെയ്യാനല്ലാതെ എനിക്കിപ്പോൾ നിങ്ങൾക്കൊരു അഡ്വൈസായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ ഹെയറിനെ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ. അപ്പം ഞാൻ ഇതുവരെ ഹെയർ കട്ടിങ്ങിനല്ലാതെ വേറൊരു ഹെയർ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഹെയർ സ്പാ ചെയ്യുന്നതല്ല, പക്ഷെ അതുപോലെ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ മുടിക്ക് നല്ല കാര്യങ്ങളാണ്. ബട്ട് ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഹെയർ കട്ടിനല്ലാതെ പാർലറിൽ വേറെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല, കേൾ ചെയ്തിട്ടില്ല. ഏതോ 1-2 ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഹെയർ ഒന്ന് കേൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ ഹെയർ കേൾ ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഞാൻ ഹീറ്റ് കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ഹെയറിലേക്ക് കൊടുക്കാറില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യം ഡ്രയർ. നമ്മൾ ഡ്രയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം നമ്മൾ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മുടിയൊക്കെ എല്ലാവരും ഉണക്കാറ്, അതായത് ഡ്രൈ ചെയ്യാറുള്ളത്. ബട്ട് ഞാൻ അതും യൂസ് ചെയ്യാറില്ല. എനിക്ക് പണ്ടൊരു ഡ്രയർ ഉണ്ടായിരുന്നു. അത് കേടായ സമയത്ത് ഞാനത് പിന്നെ വാങ്ങിയില്ല. ബിക്കോസ് നമ്മളെ കയ്യിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളതും യൂസ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് കുളിച്ചിട്ട് പോകുമ്പം ഒന്നും വേഗം ഓക്കെ ടൈമില്ല, മുടി ഉണങ്ങട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വേഗം ആ ഡ്രയർ വെച്ചിട്ട് മുടി ഡ്രൈ ആക്കും. സോ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് മേടിച്ചില്ല. കാരണം എൻ്റെ അടുത്ത് ഇപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. എൻ്റെ മുടി ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ നോർമലി നമ്മുടെ എയറിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെ ഇരുന്നിട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ മുടി ഞാൻ ഡ്രൈ ആക്കാറാണ്. അല്ലാതെ ഡ്രയർ യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ മുടി ഡ്രൈ ആക്കാൻ ശ്രമിക്കാറില്ല. സോ അങ്ങനത്തെ ഹീറ്റ് കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ മുടിയിലേക്ക് കൊടുക്കാറില്ല. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, എപ്പോഴും അധികവും സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതായത് എൻ്റെ ജോലിക്കൊക്കെ ഞാൻ സ്കൂട്ടറിലാണ് പോകാറ്. അപ്പോൾ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത്, ഈ 2 വീലറിൽ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, പല പെൺകുട്ടികളും അവരുടെ മുടി അങ്ങ് അഴിച്ചിടും. ഓക്കെ, ഇതിങ്ങനെ അഴിച്ചിടുന്ന സമയത്ത് നമ്മൾ പോകുമ്പം ഈ കാറ്റടിച്ച് മുടി മൊത്തമായിട്ട് കുരുക്കായിട്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് മുടി ചീകുന്ന സമയത്ത് എത്രയോ മുടി അതിൽ പോകും. സോ എപ്പോഴും ഞാനത് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ 2 വീലറിലോ അങ്ങനെ ഒരു നമ്മൾ ഓപ്പൺ എയർ അങ്ങനത്തെ ഒരു ഇതിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി മീൻസ് നമുക്കിപ്പം കാറിലാണെങ്കിൽ തന്നെ നമ്മൾ വിൻഡോ താഴ്ത്തിയിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ മുടി നമുക്ക് കാറ്റിൽ ഓവറായിട്ട് അങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഷാൾ വെച്ചിട്ട് മുടി കെട്ടിവെക്കും. അതായത് വണ്ടിയിൽ 2 വീലറിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഞാനൊരു ഷാൾ കൊണ്ട് എൻ്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി എൻ്റെ ഹെയർ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നത്. സോ അത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ഹെയർ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ 2 വീലറിലാണെങ്കിൽ പ്രത്യേകിച്ച് 2 വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുടി എപ്പോഴും ഒരു ഷോൾ വെച്ച് കെട്ടി വെക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാതെ മുടി അങ്ങനെ തന്നെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുടി മൊത്തമായിട്ട് കുരുക്കാവാനും പിന്നെ നമ്മളത് മാറ്റുന്ന സമയത്ത് ഒരുപാട് ഹെയർ അതിൽ പോകാനും ചാൻസ് ഉണ്ട്. ഇനി ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് കരുതി. സോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്ന പ്രൊഡക്ട്സ് എന്ന് മാത്രം എനിക്ക് പറയാനൊന്നുമില്ല. എനിക്കിഷ്ടപ്പെടുന്ന ഒരുപാട് ഷാമ്പൂ ഉണ്ട്, ഒരുപാട് കണ്ടീഷണർ ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ കയ്യിലിപ്പം ബോട്ടിലെല്ലാം ഒന്നുമില്ല. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഷാമ്പൂസ് ആൻഡ് കണ്ടീഷണേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഷാമ്പൂവിൻ്റെ കാര്യത്തിൽ ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർന്നു. അത് നമ്മുടെ ലോറിയലിൻ്റെ ഒരു ഷാമ്പൂ ആണ്.
അത് ഓയിലി സ്കാൽപ്പിനുള്ളൊരു ഷാമ്പൂ ആണത്. ലൈക്ക് ഞാനതിൻ്റെ ഫോട്ടോ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഓയിലി സ്കാൽപ്പിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷാമ്പൂ ആണിത്. അപ്പം അതിന് ശരിക്കും ഓയിലി സ്കാൽപ്പിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഷാമ്പൂ തന്നെയാണിത്. എൻ്റേത് ഓയിലി സ്കാൽപ്പാണ്. അപ്പം എനിക്ക് 2-3 ദിവസത്തിൽ കൂടുതൽ കുളിച്ചിട്ടില്ലെങ്കിൽ, അത് ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ തലയിൽ ഓയിൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഷാമ്പൂ ആണിത്. ഇത് നമുക്കൊരു 2 days വരെ നമ്മുടെ തലയിലുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് അത് നമ്മുടെ ഹെയറിൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും ഡ്രൈ ആക്കുന്നുമില്ല. നമ്മുടെ സ്കാൽപ്പ് മാത്രം ഡ്രൈ ആക്കുന്നത്, ഡ്രൈ അല്ല, സ്കാൽപ്പ് ഓയിലില്ലാതെ വെക്കുന്നുണ്ട്, ഡ്രൈ ആക്കുന്നില്ല, ഓയിലില്ലാതെ വെക്കുന്നുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ നമ്മുടെ ഹെയറിലേക്കൊക്കെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വെക്കാനും ഈ ഒരു ഷാമ്പു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷാമ്പു ആണിത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷാമ്പുവാണ് പ്ലമ്മിൻ്റെ ഒരു കോക്കനട്ട് ആ ഒരു ഷാമ്പു. അതിപ്പോൾ എൻ്റെ സിസ്റ്റർ മേടിച്ചിട്ട് ഞാനത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കണ്ടീഷണർ പിന്നെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത പോലെ ആ ഷാമ്പു നമ്മുടെ ഹെയറിനെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷാമ്പു ആണ്. പിന്നെ ലോറിയലിൻ്റെ തന്നെ വേറൊരു വയലറ്റ് കളർ, ഒരു പർപ്പിൾ വയലറ്റ് ഒരു കളർ, ഞാൻ ആ ഫോട്ടോയുടെ കാണിക്കാം. അതും എൻ്റെ ഒരു ഫേവറേറ്റ് ഷാമ്പു ആണ്. പിന്നെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഷാമ്പു ഉണ്ട്, അതും നല്ല ഷാമ്പു ആണ്. പിന്നെ വിഷ് കെയറിൻ്റെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഷാമ്പു ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷാമ്പൂസൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതൊന്നും നമ്മുടെ മുടിയെ ഡ്രൈ ആക്കുന്നില്ല. ലൈക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് മുടി നല്ല സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്, ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട്. ചില ഷാമ്പു ഇടുന്ന സമയത്ത് നമുക്ക് ഹെയർ മനസ്സിലാവും ഭയങ്കര ഡ്രൈ ആയിട്ട്, നമുക്ക് കണ്ടീഷണർ ഒരുപാട് അപ്ലൈ ചെയ്താൽ ആ ഡ്രൈനെസ് പോവുള്ളൂ. സോ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഷാമ്പൂസ് ഒന്നും അങ്ങനെ നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കുന്നില്ല, ഹെയർ ഒരു സോഫ്റ്റ് ആക്കി തന്നെ വെക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഷാമ്പൂസ്. ഇത് ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്ന ഷാമ്പൂസ്. ആൻഡ് കണ്ടീഷണർ ആക്ച്വലി എനിക്ക് ഒരൊറ്റൊന്ന് മാത്രമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. അത് ലോറിയലിൻ്റെ ഒരു കണ്ടീഷണറാണ്, ഫോട്ടോയുടെ കാണിക്കാം. ഈ ഒരു കണ്ടീഷണർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടീഷണറാണ്. ഞാൻ വേറെ ഒരുപാട് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ തിരിച്ചു വരുമെന്ന് പറയില്ല, ഈ ഒരു കണ്ടീഷണറിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് യൂസ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഹെയർ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഹെയറിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്നെസ്സും എല്ലാ കാര്യങ്ങളും സ്മൂത്താക്കി വെക്കാനൊക്കെ പറ്റുന്ന ഒരു കണ്ടീഷണർ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഞാൻ വേറെ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെയും ഈ ഒരു കണ്ടീഷണറിലേക്ക് തന്നെ തിരിച്ചു വരും. ലൈക്ക് ബാക്കി ഒക്കെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യും. എനിക്ക് നല്ല നല്ല ബ്രാൻഡിൻ്റെ കണ്ടീഷണർ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യുമെങ്കിലും പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ട ഒരേ ഒരു കണ്ടീഷണർ ഒറ്റൊന്ന് മാത്രം ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കണ്ടീഷണറെ ചൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഷാമ്പൂസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ കണ്ടീഷണർ എപ്പോഴും ഈ ഒരു കണ്ടീഷണറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ഹെയർ മാസ്ക് ആണെങ്കിൽ എനിക്ക് ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെ ഹെയർ മാസ്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഡവിൻ്റെ ഹെയർ മാസ്ക് നല്ലതാണ്. പിന്നൊരു ഹെയർ മാസ്ക് കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മറന്നു ഗൈസ്. സോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഓയിൽ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാരച്യൂട്ട് ആയുർവേദിക് എന്ന് പറഞ്ഞ ആ ഒരു ഹെയർ ഓയിലാണ്. അത് അത്യാവശ്യം നല്ലൊരു ഹെയർ ഓയിലാണ്. ലൈക്ക് ഈ ഹെയർ ഓയിലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീപ്പായിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയെടുത്തോളം ഞാനും ഒരു ടൈമിലും ഒരുപാട് ആഡൊക്കെ കണ്ടിട്ട് പല ഹെയർ ഓയിലും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായത് ഈ ഹെയർ ഓയിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെയർ അങ്ങ് ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്നെനിക്കറിയില്ല. ലൈക്ക് എനിക്ക് ഹെയർ ഓയിൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മുടി ആ ഒരു ഡ്രൈനെസ് ഒക്കെ പോയിട്ട് നല്ലതാണ് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യണം. പക്ഷെ നമ്മൾ കാണുന്ന എല്ലാ ഹെയർ ഓയിലും നമ്മൾ ആഡ് കാണുന്ന എല്ലാം നല്ലതാണോ അല്ലെങ്കിൽ ഒരു ഹെയർ ഓയിലോട് നമുക്ക് നമ്മുടെ ഹെയർ മൊത്തമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ പാരച്യൂട്ട് ആയുർവേദിക് ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുടി നോർമൽ എപ്പോഴുള്ള പോലെ അങ്ങനത്തെ നിന്നു. പക്ഷേ ചില ഹെയർ ഓയിലൊക്കെ ഞാൻ മുന്നേ ഒരു ഓണിയൻ ഹെയർ ഓയിലൊക്കെ ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു. അതൊക്കെ യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ വന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ
ചുറ്റി കളിക്കാതെ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ, ലൈക്ക് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരച്യൂട്ടിൻ്റെ തന്നെ ഒരു റോസ്മേരി ഹെയർ ഓയിൽ. അത് ഞാൻ എന്നോ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഞാൻ കണ്ടപ്പോൾ എടുത്തു വാങ്ങിച്ചു. കൊള്ളാം, കുഴപ്പമില്ല. ലൈക്ക് എനിക്കതിലൊന്നും പ്രത്യേകിച്ച് ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ട എൻ്റെ ഹെയർ ഫാൾ നിന്നു അത് നിന്നു ഇതൊന്നും പറയാനില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. നമുക്കൊരു നെഗറ്റീവായിട്ടൊന്നും അതുകൊണ്ട് എനിക്ക് വന്നിട്ടില്ല. സോ എനിക്കത് ഇഷ്ടമാണ്. ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വേറെ പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വിഷ് കെയറിൻ്റെ ഒരു ഹെയർ സെറം. അതെൻ്റെ അമ്മ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അമ്മ യൂസ് ചെയ്തിട്ട് അമ്മയ്ക്ക് പുതിയ ഹെയറൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു റിസൾട്ട് ഞാൻ കണ്ടു. സോ ആ ഒരു റിസൾട്ട് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഹെയർ കുറവാണ്. സോ എനിക്കത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ട്. ഞാനായിട്ട് സ്വന്തമായിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ട് എനിക്കും ആ ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ നിങ്ങളോട് പറയാം. സോ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഹെയർ കെയർ എന്ന് പറയാനുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഓവറായിട്ടൊന്നുമില്ല. സോ ഇതാണ് ഞാൻ ഒരു വീഡിയോ ഇതിനു വേണ്ടി ചെയ്യാതിരുന്നത്. ബിക്കോസ് എനിക്കങ്ങനെ ഇന്നത് ചെയ്യും, ഇന്ന പാക്ക് ഞാനിടും, ഇത് ഞാൻ ചെയ്യും, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് കാണിക്കാൻ എനിക്കൊന്നുമില്ല. നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരുപാട് ഹെയർ കെയർ ഒക്കെ ചെയ്ത് അതിൽ നിന്നും കുറേ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, നമ്മൾ ഹെയറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതായത് ഒരു പരിധിയിൽ കൂടുതൽ ഒന്നിനും നല്ലതല്ല. ലൈക്ക് നമ്മളിപ്പം എനിക്ക് എൻ്റെ സ്കിൻ കെയറിലാണെങ്കിലും ഹെയർ കെയറിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. നമ്മൾ ഓവറായിട്ട് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ടാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. സോ എൻ്റെ ഹെയറിൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെയാണ്. ഓവറായിട്ട് ഞാൻ ഹെയറിനെ കെയർ ചെയ്ത് ഹെയറിൽ ഓരോ പാക്കിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത സമയത്ത് ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പോയി. എൻ്റേത് ആ ഒരു ടൈമിലുള്ളത് ഭയങ്കര ഒരു മോശം ഒരു ഹെയർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ജോലിക്കൊക്കെ കയറിയ സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതായത് നമുക്കൊന്നും ഓവറായിട്ട് ചെയ്യാനുള്ള ടൈമില്ല. അപ്പം നമ്മൾ ഒരു വീക്ക്ലി 2 തവണ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഹെയർ തന്നെ വാഷ് ചെയ്യാറ്. ഇപ്പം ഞാൻ ചൂടായതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ വീക്ക്ലി 2 ഒക്കെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അത് ഓരോരുത്തരുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിരിക്കും. എനിക്കത് അങ്ങനെ വാഷ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ചിലവർക്ക് ഡെയിലി വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആവുന്നത് അത് ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. ഹെയർ ഓയിൽ ചെയ്യുക, ഷാമ്പു വാഷ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ. ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുക. ഓയിൽ അവിടെ വെക്കാതിരിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നാവും. പിന്നെ ഒക്കെ ഓരോരുത്തരുടെ രീതികളനുസരിക്കും, നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ചിരിക്കും. നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നതിന് നമ്മളും ചെയ്യുക. സോ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ ഈ വണ്ടിയിൽ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുന്നത്, അതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഓവറായിട്ട് നിങ്ങൾ വേറെ പലരെയും വീഡിയോസ് കാണുന്ന പോലെ പറഞ്ഞുതരാനൊന്നും എനിക്ക് കാര്യങ്ങളില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ഹെയറിൽ ശ്രദ്ധിക്കുക. അത്രയൊക്കെയുള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ ഒരു ഹെയർ കെയർ വീഡിയോ. എന്നോട് പലരും ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് ഹെയർ കെയർ വീഡിയോ ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് ഞാൻ റിപ്ലൈ കൊടുക്കും. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നത്. ബട്ട് ഇന്ന് ഞാൻ കരുതി ഉള്ളത് വെച്ചിട്ട് എന്താണോ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.